കേരളം അടിമക്കച്ചവടത്തിൻ്റെ കേന്ദ്രമായിരുന്നു. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കിഴക്കൻ പ്രദേശമായ മുണ്ടക്കയം ഒളിച്ചോടിപ്പോകുന്ന അടിമകളുടെ വാസസ്ഥലമായിരുന്നു. ഈ മുണ്ടക്കയം എന്ന പേര് നൽകിയത് ക്രിസ്ത്യൻ മിഷണറിയായ ഹെൻറി ബേക്കർ ജൂനിയറാണ്. അദ്ദേഹം മലയരയന്മാരുടെ ഇടയിൽ മിഷണറി പ്രവർത്തനം നടത്തുന്നതിനിടയിൽ പുലയരായിട്ടുള്ള അടിമകൾ ഒളിച്ചോടി ഇല വസ്ത്രമായി ധരിച്ച് ഒളിച്ചോടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തദ്ദേശീയരായ മിഷണറിമാരോട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട് മുണ്ടക്കയത്തിൻ്റെ കാടുകളിൽ പുലയടിമകൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അദ്ദേഹം ഇത് മിഷണറി മീറ്റിങ്ങിൽ അവതരിപ്പിച്ചു. വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വർക്കി മൂപ്പൻ എന്ന തദ്ദേശീയനായിട്ടുള്ള ക്രൈസ്തവനും അദ്ദേഹത്തോട് സഹകരിച്ചു. അങ്ങനെ പുലയരായിട്ടുള്ള അടിമകൾക്ക് ചങ്ങലയുണ്ടായിരുന്നു. ചങ്ങല ധരിച്ചും ചങ്ങലയുമായി ഓടി ഒളിക്കുന്ന, യജമാനൻ്റെ കയ്യിൽ നിന്ന് ഓടി ഒളിക്കുന്ന അടിമകളെക്കുറിച്ചൊക്കെയുള്ള ചരിത്രം 19-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ മിഷണറിമാരുടെ രചനകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹെൻറി ബേക്കറുടെ രചനകളിൽ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒളിച്ചോടി വന്ന പുലയരായിട്ടുള്ള അടിമകളെ മുണ്ടക്കയത്ത് അവർക്ക് സംരക്ഷണം നൽകി, ആ അടിമകൾക്ക് സംരക്ഷണം നൽകി, അവർക്ക് പള്ളിക്കൂടമുണ്ടാക്കി കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ സംരക്ഷിച്ച മഹാനായ ക്രിസ്ത്യൻ മിഷണറിയാണ് ഹെൻറി ബേക്കർ ജൂനിയർ. അദ്ദേഹം തൻ്റെ എഴുത്തുകളിൽ പറയുന്നുണ്ട്, ഈ അടിമകളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് യജമാനന്മാർ ആക്രമിക്കാറുണ്ടെന്ന്. എന്നാൽ ചിലരെ കൊണ്ടുപോകാറുമുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പേരെയും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് പ്രവർത്തിച്ച മിഷണറിയാണ് ഹെൻറി ബേക്കർ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആളുകളൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ എന്ത് സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ പഴയ ചില വീഡിയോസിൽ ക്രൈസ്തവ മിഷണറിമാരുടെ അത്തരം സംഭാവനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.